ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ ജോൺസൺ വർക്കി. ഞാനെന്നുള്ളത് ആപ്പാഞ്ചിറ പൂഴിക്കോല് റൂട്ടിൽ പച്ചക്കറി വിൽക്കുന്ന കുട്ടികളുടെ കൂടെയാണ്. ഇത് ആപ്പാഞ്ചിറ പൂഴിക്കോല് റൂട്ടിലാണ്. പൂഴിക്കോൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. മേഴ്സി ഹോസ്പിറ്റലിൻ്റെ പുറകു സൈഡ് വഴി നമ്മൾ പോകുന്ന വഴിയാണ് ആപ്പാഞ്ചിറയ്ക്ക്. അവർ സ്ഥിരമായിട്ട് ഇവിടെ എല്ലാ ആഴ്ചകളിലും അവധി ദിവസങ്ങളിൽ, സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഇവിടെ പച്ചക്കറി വിൽപ്പന നടത്തുന്നുണ്ട്. നിങ്ങൾ വോട്ട് തന്നെ ഉണ്ടാക്കണം. ഓ, ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കണം അല്ലേ? നിങ്ങളുടെ തന്നെ കൃഷിത്തോട്ടം, അടുക്കളത്തോട്ടം പോലെ ഉണ്ടാക്കിയല്ലേ? ചെറിയ ഇതേ ഉള്ളൂ, ഒന്നുമില്ല. ഓക്കെ, കണ്ടാ നല്ല ഭാവിക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരു ഈച്ചയില്ല, ഒരു കുത്തലില്ല, ഒന്നുമില്ല. ഓക്കെ, ഇപ്പോ എന്നാ വിലയാണ്? ഓ, അത്രേ ഉള്ളൂ. ശരി, ഒരു കാര്യം ചെയ്യും, ഒരു 3 കിലോ എടുക്കും. വേറെ എന്തൊക്കെയുണ്ട്? നിങ്ങളെല്ലാരും കൂടെ ചേർന്നാണോ ഇതൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ എന്തൊക്കെ ചെയ്യും പാവയ്ക്ക നടുന്നതിന്? എനിക്ക് ഒന്നും മേടിക്കണ്ട, ഞാൻ ചേട്ടായിമാരെ ഇത് മേടിച്ചോളാന്ന് പറഞ്ഞു. പുള്ളി ഇവരെല്ലാം ശനിയാഴ്ച ഇവിടെ ഉണ്ടല്ലേ? എല്ലാ ശനിയാഴ്ച ഇവരുടെ കച്ചവടമാണ്. മുട്ടായി മേടിക്കാനുള്ള പൈസ നമ്മളൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? വിദേശങ്ങളിൽ പോയി നമ്മൾ ജോലി ചെയ്തിട്ട് സമ്പാദിക്കും. ഇവര് ശനിയാഴ്ച ദിവസങ്ങളിൽ സ്കൂളിൽ പോകാൻ, സ്കൂളിൽ നിന്ന് അവധിയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഇവരെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. ശരിക്കും പറഞ്ഞു അല്ലെ? ഇങ്ങനെ വേണം. പൊതുസമൂഹത്തിന് ഒരു ബോധം കൂടിയാണ്. നമ്മളുടെ കുട്ടികളെല്ലാം ഈ വലിയ വലിയ പഠനങ്ങൾ പഠിച്ച് വിദേശ രാജ്യങ്ങളിൽ എടുക്കുകയും വേണം. പക്ഷെ ഇങ്ങനെയുള്ളവരെ കൂടെ സപ്പോർട്ട് ചെയ്ത് ഇവർക്കും കൂടി ഒരു സപ്പോർട്ടീവായിട്ട് നമ്മൾ മാറാൻ കഴിയണം. എന്നാലേ ഉള്ളൂ സമൂഹത്തിന്. അത് ഇവരെയാണ് ശരിക്കും പറഞ്ഞ മാതൃകയായിട്ട് കാണേണ്ടത്. ഞാൻ പല ദിവസം ഇതിലെ പോകുമ്പോഴും മിക്കവാറും കാണാറുണ്ട്. ചില ദിവസങ്ങളിൽ കരിവേപ്പില, ചില ദിവസങ്ങളിൽ പയർ, ഇവരെല്ലാം ഇത് ഇവിടെ കൊണ്ടുവന്ന് വെക്കാറുണ്ട്. ഇപ്പൊ ഞങ്ങളോട് പറയും, ഞങ്ങൾ സ്കൂളിൽ പഠിക്കുവാണ് ചേട്ടാ, എന്തെങ്കിലും കൊണ്ടുപോകണം. അത് തന്നെയല്ല, ഇവരുടെ ആ ഇടപെടിയിലാണ് ഒരു ഭയങ്കര. ഈ വഴി കൂടി പോണവരെ എന്നാണേലും ഇവിടെ ആകർഷിക്കും. അവര് എല്ലാരും വിളിച്ചടിപ്പിക്കുക. അത് ശരിയാണ്. കണ്ടോ അതാണ് പിള്ളേരാണേലും പിള്ളേരുടെ മനസ്സിലും തോന്നുന്ന ഒരു കാര്യമാണ്. ഇതിലെ പോകുന്ന എല്ലാരും തന്നെ, മിക്കവാറും തന്നെ ആളുകൾ ഇവരുടെ കാര്യത്തെക്കുറിച്ച് പറയാറുണ്ട്. ഇത് ശരിക്കും ഇത് പൂഴിക്കോലല്ലേ സ്ഥലം മക്കളെ? ഇത് പൂഴിക്കോലല്ലേ? മേഴ്സി ഹോസ്പിറ്റലിന്റെ സൈഡ് വഴി കാപ്പാഞ്ചിറയ്ക്ക് പോകുന്ന വഴി. അപ്പൊ നിങ്ങൾ എല്ലാ ശനിയാഴ്ചയും അവധി ദിവസങ്ങളിൽ ഇവിടെ കാണുമല്ലേ? വൈകിട്ട് കാണുമോ? വൈകിട്ട് ദിവസങ്ങളിൽ നിൽക്കാറുണ്ടോ? ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്തല്ലേ? ഇതൊരു വിഷരഹിതമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണ പച്ചക്കറികളാണ് ഇവരിവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. തികച്ചും നാച്ചുറൽ സാധനങ്ങൾ. ചേട്ടന്റെ പേരെങ്ങനെയാ? എന്റെ പേര് അരുൺ. എവിടെയാ വീട്? എവിടെയാ? എന്റെ വീട് കാപ്പുന്തലയാണ്. കാപ്പുന്തലയിൽ നിന്ന് പോണ വഴി ചേട്ടൻ? അതാണ്. ഞാൻ വൈക്കത്ത് ഒരു ഫാമിൽ വർക്ക് ചെയ്യാണ്. ആമറോ ഡയറീസ് എന്നും പറഞ്ഞ് സൂപ്പർവൈസറാണ്. ഗീർപശുക്കളാണ്. ഗ്രാമം ഗീർപശു 300 പശുവുണ്ട്. അത് അങ്ങോട്ട് പോകും. ഞാൻ ഇടയ്ക്ക് ഈ വഴിക്ക് കട്ട് ചെയ്താണ് കയറി. ഇത് മിക്കവാറും ദിവസങ്ങൾ ഇവര് അവധി ദിവസങ്ങൾ എല്ലാ ദിവസവും ഇവര് പല പച്ചക്കറികളൊക്കെ ആൾക്കാർ ഇവിടെ നിൽക്കണ കാണാം. അപ്പൊ ചില ആളുകൾ ഇവിടെ നിന്ന് മേടിക്കണേ. ചില ദിവസം കരിവേപ്പില ആയിരിക്കും, ചില ദിവസം പയറായിരിക്കും. അപ്പൊ ഇവന്മാരെന്നാണ് ചുറുചുറുക്കുള്ള കുട്ടികളാണ്. ഇവരെ കണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടതാണ്. കാരണം ഒരു ദിവസം അവർക്ക് അവധി കിട്ടുന്ന ദിവസം അവര് പ്രോത്സാഹനം കൊടുക്കണം. പൈസ കാണത്തില്ല. പിന്നെ അവർക്കുണ്ടെന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. എന്റെ പൈസ ഇല്ല. ഞാൻ പലപ്പോഴും നിർത്താൻ ശരി, താങ്ക് യു. അപ്പൊ ചേട്ടൻ കാണാൻ ഞാൻ ഇവർക്ക് ജീപേ ചെയ്യാം കേട്ടോ. നമ്പറാണോടാ? ഓക്കെ, ഫോൺ നമ്പർ പറഞ്ഞോ. 75. ഒരു മിനിറ്റ്. അത് എന്റെ കാണാതോ? അല്ലല്ലോ, അവർക്ക് വിശ്വാസം, എല്ലാരും വിശ്വാസ. 75 59 59
ജയകുമാർ. ആ, അത് തന്നെ. നിഷ ജയകുമാർ. ഓക്കെ 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 എന്ന് പറഞ്ഞേ. കൊച്ചെവിടെ മരിയ സുമേഷ്. കൊച്ചെവിടെയാ പഠിക്കണേ? പൊതിയിലാണ്. ചേട്ടന്റെ പേരെന്ന് പറഞ്ഞേട്ടാ? എന്റെ പേര് സുമേഷ്. എവിടെ വീട്? എവിടെയാ വീട്? തലയോലപ്പറമ്പില്. തലയോലപ്പറമ്പിലാ. അപ്പൊ നിങ്ങൾ ഇതിലെ പോയപ്പോ നിങ്ങൾ ഇത് കാണാറുണ്ടല്ലേ? അപ്പൊ മോളെയും കൊണ്ട് വന്നതാണ്. ഞങ്ങള് ഇവിടെ താമസിക്കുക വാടകയ്ക്ക്. കീഴൂര്. കീഴൂര്. അപ്പൊ ഇതിലെ പാർട്ടി ഇത് പോയപ്പോ ഞങ്ങള് പോകുന്നു. അപ്പൊ ഇങ്ങനെ ജീപ്പ് ഉണ്ടോന്ന് അറിയില്ല, കയ്യില് പൈസ ഇവരെല്ലാ ദിവസവും ഇവിടെ നിൽക്കുന്നതാണ്. മിക്കവാറും അവധി ദിവസങ്ങളെല്ലാം ചില സമയത്ത് തിരിച്ചു വരുമ്പോ എല്ലാം തീരാറുമുണ്ട്. ഞാൻ ഒരു ദിവസം മേടിക്കണമെന്നൊക്കെ ആഗ്രഹം. ഇപ്പൊ ഞാൻ മോളുമായിട്ട് പോവായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെ കണ്ടത്. മോള് പറഞ്ഞു മുട്ടായി മേടിക്കണ്ട, അപ്പൊ ആ പൈസയ്ക്ക് എനിക്ക് അത് മേടിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, അതാണ് ആ മനസ്സിലാ വേണ്ടേ. പാസ്സായിട്ടുണ്ട്, അവർക്ക് ചെന്നിട്ടുണ്ട്. നിഷ ജയകുമാറിന്റെ പൈസ പോയിട്ടുണ്ട്. ഓക്കെ ചേട്ടാ. അപ്പൊ ഓക്കെ, ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, ഞാൻ അരിഞ്ഞിട്ടാ ചെറുതായിട്ട് മുറക്കാനല്ലോ. ഞാൻ പോയിട്ട് തിരിച്ചു വന്നാ പിന്നെ പിന്നെ എനിക്ക് തോന്നുന്നു എന്തിനാ പിന്നത്തേന് വെക്കുന്നത്. ചേട്ടൻ്റെ വീട് കാപ്പന്തലയിലാ. അവിടെ നിന്ന് ഇതിലെ വൈക്കത്തിന് പുള്ളി പോണതാണ്. അപ്പൊ ഇവരുടെ ഈ ഇത് കണ്ടിട്ട്, ഇവരുടെ ഈ സംഭവങ്ങൾ കണ്ടിട്ട് മിക്കവാറും പുള്ളി ഇവിടെ നിന്ന് സാധനം മേടിക്കും. എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സാധനമാണ്. പിന്നെ കുട്ടികൾക്ക് ഒരു പ്രോത്സാഹനവും കൂടിയല്ലേ ഇത്. അവരെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ ഓരോരുത്തർ വിദേശത്ത് പോയി ജോലി ചെയ്ത് സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ ഇവർ പഠിക്കണമൊപ്പം തന്നെ ഇവരൊരു മാതൃകയും കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു നാടിന് തന്നെ ഒരു മാതൃകയായി കുട്ടികൾ. അവർ 3 പേര് മിക്കവാറും തന്നെ ഇവിടെ നിൽക്കണ കാണാം. ഒരു ദിവസം പാവല അതിന് ഇവരുടെ താഴത്ത് തന്നെ ഇവർ കൃഷി ചെയ്തേക്കണം. ഇവരും കൂടി കൃഷി ചെയ്തേക്കണം. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് തന്നെ ഒരു മാതൃകയായി കുട്ടികൾ. കാരണം മറ്റുള്ള പിള്ളേരെ സംബന്ധിച്ച് അവധി ദിവസങ്ങളിൽ അവർ കളിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കുമായിട്ടേ. സാർ ഇവിടെ വരാറുണ്ടോ സാറേ? അടുത്ത് തന്നെയല്ലേ? ഇവിടുന്ന് മേടിക്കുന്ന ആള് തന്നെയാണ്. ഇവരെ മിക്കവാറും ദിവസങ്ങളിലേ ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് എല്ലാ ദിവസവും ഓരോ പച്ചക്കറികളായിട്ട് ഇവരോട് ഈ പിള്ളേർ ഇവിടെ നിൽക്കണത് കാണാം. അപ്പൊ ഇവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് പഠനം ഇല്ലാത്ത ദിവസങ്ങളിൽ, ക്ലാസ് ഇല്ലാത്ത ദിവസം ഞങ്ങൾ മാതാപിതാക്കളെ സഹായിക്കാൻ വേണ്ടി അത് തന്നെ അവർക്കൊരു ചെറിയൊരു വരുമാനവും കൂടിയാവുമല്ലോ. ഇപ്പൊ ഇവരെ കരിയാപ്പില, അത് തന്നെ കരിയാപ്പിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോ കരിയാപ്പിലാണ് അവർ കൊടുത്തോണ്ടിരിക്കണേ. അത് തന്നെയല്ലേ നാച്ചുറൽ സാധനങ്ങൾ ഇവിടുന്ന് പറമ്പിൽ നിന്ന് നമ്മൾ പറിച്ച് അന്നേരം തന്നെ ഇവിടെ വെച്ച് കൊടുക്കുമല്ലേ. അത് തന്നെ. ഇതിനകത്ത് ഒരു കൃത്രിമവുമില്ല. ഈ പാവയ്ക്കായ്ക്ക് സംബന്ധിച്ച് ഒരു കൃത്രിമവുമില്ല. നാച്ചുറൽ ആയിട്ടുള്ള ഇതുകളാണ്. കീടനാശിനി ഒന്നും അടിക്കാറുണ്ടായിരുന്നു. പറഞ്ഞേ. എന്റെ പേര് അനന്തു ജയകുമാർ. അനന്തു ജയകുമാർ. എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? ഞാൻ 8ൽ പഠിക്കുന്നു. എവിടെയാ? മുട്ടിയറ പഠിക്കുന്നു. മുട്ടിയറ ഏത് സ്കൂളിലാ? മുട്ടിയറ ഹോളി ഗോസ്റ്റ് മുട്ടിയറ. ഇന്ന് അവധിയായിരുന്നു? ഇന്ന് അവധിയായിരുന്നു. ശനിയാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അവധിയാണ്. അപ്പൊ ഈ വൈകിട്ട് നിങ്ങൾ എത്ര മണിയാകുമ്പം സ്കൂൾ കഴിഞ്ഞ് ഇവിടെ വരും? സ്കൂള് കഴിഞ്ഞ് ഞങ്ങൾ 4:30 വരും. അത് കഴിഞ്ഞ് സമയമുള്ള ദിവസങ്ങളാണെങ്കിൽ സമയമുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് ഇതുപോലത്തെ പരിപാടി. ഈ താഴത്ത് കാണുന്നതാണല്ലേ വീട്? താഴത്ത് കാണുന്ന വീട്. അച്ഛന്റെ പേരെന്ന് പറഞ്ഞേ? അച്ഛന്റെ പേര് ജയകുമാർ. അച്ഛൻ എന്നാ ചെയ്യണ? കൃഷി തന്നെയാണോ? കൃഷി തന്നെ. അമ്മയ്ക്കോ? അമ്മ ഒരു കടയിൽ പോലെ. അപ്പൊ നിങ്ങൾ അമ്മേനെ സഹായിക്കുവോ? അടുത്തിരുത്തി ഒരു കടയിലാണ് അമ്മ പോകുന്നത്. അപ്പൊ കിട്ടുന്ന സമയത്ത് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുണ്ട് കുറച്ച് അല്ലേ? അപ്പൊ അതിൽ നിന്ന് പറിച്ച് കൊണ്ടുവരുന്ന സാധനങ്ങളാണ് നമ്മളെ. മോളുടെ പേരെന്ന് പറഞ്ഞേ? അതില്. ആങ്ങളെയാ അല്ലേ? നിങ്ങൾ 2 മക്കളാണോ? ഞങ്ങൾ 4 പേരാ. ചേച്ചി വീട്ടിൽ. ചേച്ചി എന്നെ ചെയ്യുവാ? ചേച്ചി ഇപ്പൊ 10ൽ പഠിക്കുവാണ്. നിങ്ങൾ 4 മക്കളാണ്. കൊച്ചിന്റെ പേര് പറഞ്ഞേ? അശ്വതി. കൊച്ചെത്രയിലാ പഠിക്കണേ? നിങ്ങള് മുട്ടിയറയിലാണോ എല്ലാരും പഠിക്കണേ? പൊതിയിലാ പഠിക്കണേ അല്ലേ? അത് ശരി. അത് ഇവരിവിടെ മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ പച്ചക്കറി മിക്കവാറും ദിവസങ്ങളുണ്ട്. നാച്ചുറൽ ഇപ്പൊ ഇവരുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചുകൊണ്ട് വരുന്ന സാധനങ്ങളാണ്. നല്ല കാര്യമല്ലേ പിള്ളേരെ സംബന്ധിച്ച്. അവര് ശരിക്കും പറഞ്ഞാൽ നാടിന് അഭിമാനവും കൂടി അത്. അത് തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ തന്നെ ഫാസ്റ്റ് ഫുഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള കെമിക്കലുകൾ അത് കേടാതിരിക്കാൻ വേണ്ടി നമ്മുടെ പറയാൻ കാരണം നമ്മുടെ കോശങ്ങളൊക്കെ നശിച്ചു പോയിട്ട് നമ്മുടെ തലച്ചോറിന്റെ എല്ലാ ഭാഗത്തും എല്ലാ കോശം നശിച്ചു പോയിട്ട് നമ്മൾ രോഗിയെ തീരുക. അപ്പൊ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ നഷ്ടപ്പെട്ടു. നമ്മൾ ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാതെ വരുക. പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ പഴയ പ്രായമുള്ള ആൾക്കാർ നമ്മൾ ഒരു സ്ഥലത്ത് മാറ്റണം. നമ്മളൊരു
ഒരു പാട്ട് കേൾക്കുമ്പോഴോ ക്രിസ്ത്യാനി മരിക്കുമ്പോഴോ നമ്മൾ കണക്ക് കൂട്ടുന്നത് ഒരു 90 വയസ്സുള്ള ഒരു മനുഷ്യനെ കണക്ക് കൂട്ടുന്നത്. ഇപ്പം നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റിയല്ല. കാരണം അവരുടെ ആ ഫുഡ് തേന, കാച്ചിൽ, ചേമ്പ് ഇതെല്ലാം കഴിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ശരീരം നല്ല മരുന്ന് ഇതെല്ലാം. വെളുത്തുള്ളി മരുന്നാണ്, അതുപോലെ തന്നെ ഇഞ്ചി മരുന്നാണ് ഈ ബീപ്പ് കുറയ്ക്കാൻ വേണ്ടി, കരിവേപ്പില മരുന്നാണ് ബീപ്പ് കുറയ്ക്കാൻ വേണ്ടി, അതുപോലെ തേൻ മരുന്നാണ് കൊച്ചിന് വേണ്ടി. അത് ഒരു മാസം പ്രായമുള്ള കൊച്ചിന് കൊടുക്കുന്ന അതിൻ്റെ അകത്ത് അടക്കിയിരിക്കുന്ന ആ കെമിക്കല് അമ്മ നമ്മൾ സാധാരണ നമ്മൾ ഈ പൂപ്പൊടികൾ അവിടെ റാണി തിന ഇതൊക്കെ കൊടുത്ത് നമ്മളൊക്കെ പോയി. എനിക്ക് വയസ്സ് 63 ഇപ്പോഴും ഞാനൊരു 25 വയസ്സുള്ള പ്രായക്കാരനെ കൂട്ടി ഞാൻ പറമ്പിട്ട് അധ്വാനിക്കാൻ വന്നത്. എൻ്റെ പറമ്പിൽ മടക്കാമരമുണ്ട്, തെങ്ങുണ്ട്. ഇന്നലെ ഒരു തെങ്ങേന്ന് ഞാൻ കരിക്കെട്ട് കൊടുത്തിട്ട് 850 രൂപ കിട്ടി. ഒരു തെങ്ങേന്ന് ഇന്നലെ ഒരു അധ്വാനിക്കാനുള്ള ആരോഗ്യം കിട്ടണമെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ്. വർഷപ്പണിക്കാരനാണ്, ബിൽഡിംഗ് വർക്ക് ചെയ്യുന്നൊരു വർഷപ്പണിക്കാരനാണ് ഞാൻ. സൈഡായിട്ട് അത് ചെയ്യുന്നുണ്ട്. എന്റെ പറമ്പ് നഷ്ടപ്പെടാതിരിക്കുമ്പോഴെടുത്ത് എന്റെ പറമ്പാണ് ഈ കാണുന്നത്. ഈ കുട്ടികൾ ഇവിടെ ഇവര് വിപ്രം കൊടുക്കുന്ന അത്യാവശ്യം തന്നെ കച്ചവടം നടക്കുന്നുണ്ട്. മാതാപിതാക്കൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഒരു പ്രോത്സാഹനം തന്നെയല്ലേ ഈ നാടിന് തന്നെ. പിന്നെ അതുപോലെ അവർക്ക് അവരുടെ സമയം വേസ്റ്റായി കളയുന്നില്ല. മൊബൈലിലേക്കോ മറ്റുള്ള കാര്യത്തിൽ പോകാതെ അവര് ജീവിതത്തിൽ മനുഷ്യനെ അവര് കണ്ടെന്നു. അത് തന്നെ അവരെ ഇടപെടിയിൽ എന്ന് പറഞ്ഞ വരപ്പ തന്നെ ചേട്ടാ അതേ ഇത് കൊണ്ടുപോകുന്ന പറഞ്ഞ് വിളിക്കപ്പോ തന്നെ ഇങ്ങനെ വന്ന് വേറൊരു കാര്യം അവർ മൈൻഡ് മദ്യത്തിലേക്കോ മറ്റുള്ള മോശമായ രീതിയിലോ മോഷണത്തിലേക്കോ ഒന്നും പോകാതെ നല്ലൊരു മൈൻഡോട് കൂടി അവർക്ക് ജീവിക്കാൻ സാധിക്കും. ഇവന് വേറെ കുറച്ച് ആവശ്യമില്ലാത്ത കമ്പനി ആണെങ്കിൽ എന്നാ അറിയോ, ആവശ്യമില്ലാത്ത കമ്പനിയാണ് തീർച്ചയായിട്ടും അവൻ വേറെ മോശം സ്ഥലത്ത് പോകും. ഇപ്പൊ ഇവര് ബിസിനസ് നോക്കുന്നത്. കൂട്ടുകാർ വിളിച്ച പോരിയല്ല, കാരണം ഞാൻ വരുന്നില്ല, എന്നെ കഴിഞ്ഞ് എന്റെ പാവയ്ക്ക വിറ്റ് തീർക്കണം എന്നാ പറയുന്നത് അല്ലേ. അപ്പൊ നല്ലൊരു സ്വഭാവങ്ങൾ വരും. വയറിലും കുടലിൻ്റെ അകത്ത് അസുഖം, കുടലിൽ വ്രണങ്ങൾ മാറാൻ ഏറ്റവും ചേന. ഒരു വൈദ്യൻ കൊടുത്ത മരുന്നുണ്ടാണ് അവിയൽ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പേര് അവിയൽ വൈദ്യൻ എന്നാണ്. അവിയൽ കഴിക്കുമ്പോൾ അതിൻ്റെ എല്ലാ പച്ചക്കറികളോട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഹാർട്ടിന് ബ്ലോക്ക് ആകാതിരിക്കാൻ വേണ്ടി സഭകള തേനാണ്. ഞാൻ എൻ്റെ പ്രായത്തിൽ ഞാനൊരു 25 കുപ്പി തേൻ കുടിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പുറകോട്ട് കൃഷിയിലേക്ക് വന്നെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ പറമ്പോട്ട് പോവുകയാണ്. ഞാൻ എൻ്റെ ഭക്ഷ്യസാധനം ഇരിക്കുന്നത് വൈകുന്നേരം പോകുന്നുള്ളൂ. ഞാൻ